ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സാബൂനരിയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ചുകൊണ്ടുള്ള അടിപൊളി പാൽ വാഴക്കയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വീഡിയോയിലേക്ക് കടന്നാലോ? ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് സാബൂദാന എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത്, മുങ്ങാൻ ആവശ്യമായ വെള്ളം ചേർത്ത് അരമണിക്കൂർ കുതിർത്ത് വെക്കാം. അതിനുശേഷം ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 10 മിനിറ്റോളം കുക്ക് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. ഈ സാബൂനരിയൊക്കെ ഒന്ന് പൊങ്ങി വന്ന് നല്ലവണ്ണം കുക്കാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സാബൂനരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് അതിലേക്ക് പാൽവാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും റെഡിയായിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ നെയ്യിൽ തന്നെ 2 മീഡിയം സൈസ് ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഒന്ന് നേരിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 500 ml 1/2 ലിറ്റർ പാൽ ഓൾറെഡി തിളപ്പിച്ചതാണ്. തിളപ്പിക്കാത്ത പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും പഴമൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1/2 കപ്പ് പഞ്ചസാര, മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പോ 1 കപ്പോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ലൈറ്റ് മഞ്ഞ കളറായി മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാബൂനരി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതിലും കുറച്ച് അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് നിങ്ങൾക്ക് ഈ പാൽവാഴക്ക തയ്യാറാക്കിയെടുക്കാം. ഇതൊരു പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാൽവാഴക്ക, മലബാറുകാരുടെ പാൽവാഴക്ക ഇവിടെ റെഡിയായി.